നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവളെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തിയിട്ടും നിനക്ക് എന്ത് കിട്ടാനാ മോളെ? അത് നീ അങ്ങ് മാറ്റിയേക്ക്. ഇല്ലച്ച, അനുചേച്ചിക്ക് ഒരാളെ കള്ളം പറഞ്ഞ് പുണ്യവതിയാക്കാൻ പറ്റുമെങ്കിൽ സത്യം പറഞ്ഞ് ഒരാളുടെ മുഖംമൂടി അഴിച്ചു കളയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ശബരിയേട്ടൻ ആ പോസ്റ്റ് മാറ്റണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. അച്ഛനും എന്നോട് അത് തന്നെ പറയുകയാണെങ്കിൽ എനിക്കിവിടെ നിന്ന് ഇറങ്ങി പോവേണ്ടി വരും. അഹങ്കാരിയ മാഷ ഇവള് നിങ്ങളുടെ മകളല്ലേ? പോയി ചെന്ന് രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുക്ക്, അപ്പൊ അവൾ അനുസരിക്കും. അത് പറ്റില്ല സുശീലേ. ദയ മുതിർന്നൊരു വ്യക്തിയാ, ചെറിയ കുട്ടിയൊന്നല്ല. അതുകൊണ്ട് തന്നെ അവളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ എനിക്ക് പരിമിതികളുണ്ട്. ഓഹോ, അപ്പൊ അച്ഛനും മക്കളും കൂടി എന്നെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണല്ലേ? അമ്മേ, എനിക്കെല്ലാം മനസ്സിലായി അനുപമേ. നീ ഞാനും അടുത്തെങ്കിലും ഇവരെല്ലാവരും എന്നോട് പകരം വീട്ടാൻ നോക്കുക. എന്നെ ഈ ചതിയിൽ നിന്നും നീ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചു തരണോ അനു? അമ്മ ഒന്ന് ടെൻഷൻ ആവാതിരിക്കെ. നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം എന്താന്ന് വെച്ചാ ചെയ്യ അനുപമേ. ഞാൻ ഇവിടെ നിന്നിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഞാൻ പോവാ. അമ്മ നിക്ക്, ഞാനും വരാം. വേണ്ട, നീ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വന്നാ മതി. ഞാൻ പോയിക്കോളാം. നീയേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കയറാവൂ. അമ്മേ, ഇങ്ങോട്ട് വാടി. ചേച്ചി എടി, അഹങ്കാരം ആവേശമൊക്കെ കുറച്ചൊക്കെ ആവാം. പെൺകുട്ടികൾക്ക് അത് കൂടിപ്പോയാലേ ആപത്താ. പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള വേർതിരിവൊന്നും ഇപ്പൊ ഇല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെയാ. നീ നിന്റെ അഭിപ്രായമാണോ ആ പോസ്റ്റിലൂടെ അറിയിച്ചത്? എനിക്കത് വായിച്ചപ്പോ അങ്ങനെയല്ല തോന്നിയത്. നീ ആരോട് പ്രതികാരം ചെയ്യുന്ന പോലെയാ. അങ്ങനെയെങ്കിൽ അങ്ങനെ. എനിക്ക് ആ സ്ത്രീയോട് അത്രമാത്രം ദേഷ്യമുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയെ പരസ്യമായി തലയിൽ വെച്ച് നടക്കുന്ന ചേച്ചിയോടുള്ള പ്രതിഷേധം കൂടിയാ ആ പോസ്റ്റ്. നിനക്ക് എന്നോടുള്ള പ്രതിഷേധം നിനക്കെന്നെ നേരിട്ട് അറിയിക്കായിരുന്നില്ലേ? നീ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ വീഡിയോ തന്നെ അവരെ കൊണ്ട് പിൻവലിപ്പിക്കുമായിരുന്നല്ലോ. അത് ഇനിയും ചെയ്യാനു ചേച്ചി. ചേച്ചി സുശീലേനെ വാഴ്ത്തുന്ന വീഡിയോ പിൻവലിച്ച ദേച്ചിയുടെ പോസ്റ്റും പിൻവലിക്കും. നിങ്ങൾ ഒരുമിച്ചാണ് ഇപ്പൊ എല്ലാം പ്ലാൻ ചെയ്യുന്നത്. അനുചേച്ചിയുടെ വീഡിയോ പിൻവലിക്കാൻ പറയാൻ മാത്രം നീ വളർന്നോ മഞ്ചാടി? എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. ഇതിന്റെ പേര് സ്വാതന്ത്ര്യം എന്നല്ല, ദുസ്വാതന്ത്ര്യം. സ്വന്തം ചോരയ്ക്ക് നേരെ ചോദ്യമുയർത്തുന്നതും അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ബന്ധങ്ങൾ തച്ചു തകർക്കുന്നുമല്ല അഭിപ്രായ സ്വാതന്ത്ര്യം. എന്റെ മക്കളെ ഞാൻ കൂട്ടിലടച്ചല്ല വളർത്തിയത്. എല്ലാ സ്വാതന്ത്ര്യവും തന്നോണ്ടാ. പക്ഷെ അന്നൊക്കെ നിങ്ങള് അച്ഛന്റെ മുമ്പില് അച്ചടക്കമുള്ള കുട്ടികളായിരുന്നു. ഇപ്പൊ നിങ്ങളൊക്കെ ഒരുപാട് മാറിപ്പോയി. നിങ്ങൾ വളർന്നതുകൊണ്ടും ഞാൻ